ടാറ്റ IPL 2026 19ാമത്തെ സീസൺ ആരായിരിക്കും കപ്പ് തൂക്കാൻ പോകുന്നത്? രണ്ടാം തവണയും കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള RCBനെ തൂക്കോ, അതോ 2022 GTയുടെ ഫസ്റ്റ് സീസണിൽ തന്നെ കപ്പടിച്ചിട്ടുള്ള GTയുടെ രണ്ടാമത്തെ കപ്പ് തൂക്കലായിരിക്കോ എന്നുള്ളത് ഇന്നത്തെ മാച്ചിൽ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനു മുന്നേ അവർ ക്വാളിഫയർ 1 ഏറ്റുമുട്ടിയ സമയത്ത് ഈസി ആയിട്ട് RCB ജയിച്ചിട്ടുണ്ട്. പക്ഷേ GT കഴിഞ്ഞ മാച്ചിൽ 6 തെറിപ്പിച്ചിട്ടുള്ള ആ ഒരു കളി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും GT ഒട്ടും താഴെയല്ല. രണ്ട് ടീമും കട്ടക്ക് നിൽക്കുന്ന ഒരു ടീമാണ്. കാരണം അത് ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പം ഫൈനലിൽ ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നത് RCB വേഴ്സസ് GT. RCBയുടെ ബാറ്റിങ്ങിന്റെ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വെങ്കടേഷ് അയ്യർ, കിങ് കോഹ്ലി തൊട്ടിട്ട് ഏകദേശം ഭുവനേശ്വർ കുമാർ വരെ അടിക്കാൻ പറ്റുന്ന ബാറ്റേഴ്സ് ആണുള്ളത്. കാരണം വെങ്കടേഷ് അയ്യർ നമുക്കറിയാം, കഴിഞ്ഞ ആദ്യത്തെ മാച്ചുകളിലൊന്നും അധികം ചാൻസസ് കിട്ടിയില്ലെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള മാച്ചസിലൊക്കെ ടോപ്പ് ഓർഡേഴ്സിൽ ആൾക്കൊരു അവസരം കൊടുത്തപ്പോൾ നന്നായിട്ട് ഫോമായിട്ട് ഇപ്പം ഓപ്പണിംഗിൽ തന്നെ, അതും രാജാവിന്റെ കൂടെ ഓപ്പണിംഗിൽ ഇറങ്ങുന്നതാണ്. ആൻഡ് ഓപ്പണിംഗിൽ ഇറങ്ങി നല്ലൊരു ആ ഒരു പവർ പ്ലേയിൽ എങ്ങനെയാണോ കളിക്കേണ്ടത് അത് കളിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വെങ്കടേഷ് അയ്യർ ഇപ്പൊ കളിക്കുന്നത്. ലെഫ്റ്റി റൈറ്റി കോമ്പിനേഷനും കൂടിയാണ് കിങ് കോഹ്ലിയുടെ കൂടെ വരുന്ന സമയത്ത്. ആൻഡ് കിങ് കോഹ്ലി നമുക്കറിയാം ചേസ് മാസ്റ്റർ ആണ്, IPL ഗംഭീരമായിട്ട് കളിക്കുന്ന പ്ലെയറും കൂടിയാണ്. ആളുടെ കളിയെ കുറിച്ചിട്ട് ഓവർ നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമില്ല, അതൊരു രസം തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അത് കഴിഞ്ഞാൽ ലെഫ്റ്റി അഗൈൻ ദേവദത്ത് പടിക്കൽ. കഴിഞ്ഞ ഓരോ മാച്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു IPL RCBയുടെ ഏറ്റവും നല്ല കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് ദേവദത്ത് പടിക്കൽ. അഗെയിൻ രജത് പാട്ടിദാർ വെടിക്കെട്ടാണ്, അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് അടിക്കാൻ അറിയാം. അതും സിക്സസിന്റെ ഒരു പെരുമഴ തന്നെ ആള് തീർക്കുന്നതാണ്. കൃണാൽ പാണ്ഡ്യ കിട്ടിലൻ ഓൾറൗണ്ടറാണ്, ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും. പക്ഷെ ബാറ്റ് ചെയ്യുന്ന സമയത്തും ആള് എങ്ങനെ കളിക്കും, ഏത് ഷോട്ടൊക്കെ അടിക്കും ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഏകദേശം ബോളിൽ പെട്ടെന്ന് ബൗൺസറൊക്കെ എറിയുന്ന പോലെ തന്നെ ബാറ്റിങ്ങിലും ആൾ അടിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൾക്ക് ലോങ് ഇന്നിങ്സോ ഷോർട്ട് ഇന്നിങ്സോ ഏത് രീതിയിലും വേണമെങ്കിൽ ഒരു കളി ജയിപ്പിക്കാൻ വരെ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. അത് കഴിഞ്ഞ ജിതേഷ് ശർമ്മ ഒരു കിഡിലൻ ക്യാമിയോ നടത്താൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു മാച്ച് ചേസ് ചെയ്ത് ജയിപ്പിച്ചിട്ടുമുണ്ട്. പിന്നെ വെടിക്കെട്ട് വൺ ആൻഡ് ഓൺലി ടിം ഡേവിഡ്, 6 കൊണ്ട് ആറാടുന്ന മഴവില്ല് തീർക്കുന്ന ബാറ്റ്സ്മാൻ. അതുപോലെ തന്നെ പിന്നീട് വരുന്ന ഭുവനേശ്വർ കുമാർ ബൗളിങ്ങിൽ ഓൾറെഡി ഒരു മാജീഷ്യനാണ്. കിടിലൻ സ്വിങ്ങുകളൊക്കെ എറിഞ്ഞുകൊണ്ട് ബാറ്റ്സ്മാൻമാരെ കുഴപ്പിക്കുന്ന ബോളറാണ്. പക്ഷേ ബാറ്റ് ചെയ്യുന്ന സമയത്തും ആൾക്ക് അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമ്മൾ മാച്ചസിൽ കണ്ടതാണ്. ലാസ്റ്റ് മൊമെന്റ് വരെ വന്നിട്ട് ഒരു 6-4 ഒക്കെ അടിച്ച് ആ കളിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളി കയ്യിലോട്ട് എത്തിക്കാനൊക്കെ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. ഈവൻ റസിക് സലാം ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹേസൽവുഡ് ആണെങ്കിലും അവർക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം ബാറ്റിങ്ങിൽ കട്ട സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ ബൗളിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഹേസൽവുഡ് അതുപോലെ ഭുവനേശ്വർ കുമാർ രണ്ടുപേരും കിടുക്കൻ ബൗളേഴ്സ് ആണ്. രണ്ടുപേരുടെയും ആ ഒരു ബോളിങ്ങിന്റെ ആ ഒരു സ്റ്റൈലാണെങ്കിലും അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു പവർ പ്ലേയിൽ എടുക്കുന്ന വിക്കറ്റുകളാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പം ജേക്കബ് ഡഫിയും കൂടി വന്നിട്ടുണ്ട്. ഇവർ 3 പേരും കൂടി വരുന്ന സമയത്ത് ട്രിപ്പിൾ സ്ട്രോങ് ആണെന്ന് പറയാം RCBന്റെ ബൗളിംഗ്. കാരണം കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടാണ് GTനെ എങ്ങനെയാണ് അവർ തോൽപ്പിച്ചെന്നുള്ളത്. ആ ഒരു പേസിംഗ് അറ്റാക്ക് തന്നെയാണ് അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ റസിക് സലാമും കൂടി ഉണ്ട്. അവർക്ക് ഒരു കട്ട സപ്പോർട്ട് ചെയ്തിട്ട് പേസിംഗ് യൂണിറ്റിൽ. പിന്നെ നമ്മുടെ സ്പിന്നർ എന്ന് വിളിക്കണോ, പേസർ എന്ന് വിളിക്കണോ, അല്ലെങ്കിൽ ബൗൺസർ ചെയ്യുന്ന സ്പിന്നർ എന്ന് വിളിക്കണോ എന്നറിയില്ല, കൃണാൽ പാണ്ഡ്യ കിടിലനായിട്ട് ആ ഒരു മിഡ് ഓവേഴ്സിൽ റൺ അധികം കൊടുക്കാണ്ട് വിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ബൗളറും കൂടിയാണ്. GTയുടെ ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആദ്യത്തെ ആ ഒരു 3 ബാറ്റ്സ്മാൻമാർ അവരെ കുറിച്ചിട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സായ് സുദർശൻ, ശുഭ്മൻ ഗിൽ, അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ. അതിൽ സായ് സുദർശൻ, ശുഭ്മൻ ഗിൽ ഒരു കിഡിലൻ കോംബോ ആണ്. അവർ ഏകദേശം 11 തവണയാണ് 100 മേലെ പാർട്ട്ണർഷിപ്പ് ഓപ്പണിംഗിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ ആ ഒരു ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അടിപൊളിയായിട്ട് വന്നു കഴിഞ്ഞാൽ, ഏകദേശം 100 മേലെ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയെങ്കിലും ആ കളി ജയിക്കാറുണ്ട്. അത് കഴിഞ്ഞ മാച്ചിലടക്കം നമ്മൾ കണ്ടതാണ്. കാരണം അവരെ ഔട്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ പറയുക, അവരധികം പൊക്കി അടിക്കില്ല, കൂടുതലും ഗ്രൗണ്ട് ഷോട്ടുകളാണ്. കാരണം അവരുടെ ഇന്നിംഗ്സിൽ കണ്ടാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ 4 ആയിരിക്കും ഉണ്ടാവും, 6 ഒക്കെ കുറവായിരിക്കും, എണ്ണം കുറവായിരിക്കും. അത് കഴിഞ്ഞാൽ വെടിക്കെട്ട് വേണ്ടുന്ന സമയത്ത് വെടിക്കെട്ട് കളിക്കാനും വേണമെങ്കിൽ ഒരു ആങ്കർ ഇന്നിംഗ്സ് കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ, എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാനാണ് ജോസ് ബട്ട്ലർ. നമ്മുടെ സ്വന്തം ജോസേട്ടനെ കുറിച്ച് അറിയാലോ, IPL കിടിലൻ ഫോമിൽ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. പിന്നെ നമ്മുടെ സിന്ധു ഇതുവരെയായിട്ട് ഒരു വലിയൊരു ഇമ്പാക്ട് മാച്ചസിൽ ഉണ്ടാക്കിയില്ലെങ്കിലും അവര് എന്തായാലും അത്രയും ഒരു ടോപ്പ് ഓർഡറിൽ ഇറക്കിയിട്ട് വെറുതെ പരീക്ഷിക്കുന്നതായിരിക്കില്ല. ചിലപ്പം കളിക്കാൻ അറിയുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരിക്കാം. എനിക്ക് ആളുടെ മറ്റുള്ള റെക്കോർഡ്സ് ഒന്നും അറിയില്ല. പക്ഷെ എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ആളെ ആ ഒരു ടോപ്പ് ഓർഡറിൽ ഇറക്കുന്നത്. പിന്നെ നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ, ശരിക്കും GT കണ്ടുപിടിച്ചൊരു ബാറ്ററാണ് വാഷിംഗ്ടൺ സുന്ദർ. കാരണം നമ്മൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന സമയത്ത് വാഷിംഗ്ടൺ സുന്ദറിന് കുറച്ചുകൂടി ബൗളിങ്ങിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറ്. ബാറ്റൊക്കെ ചെയ്യാൻ അറിയെങ്കിലും കുറച്ച് താഴോട്ടാണ് ഇറങ്ങാറ്, ഒരു മിഡിൽ ഓർഡർ കഴിഞ്ഞിട്ടാണ് ഇറങ്ങാറ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി ഒരു ടോപ്പ് ഓർഡർ മിഡിൽ ഓർഡർ പോസ്റ്റിലാണ് ആള് ബാറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത്തവണ അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 250 350 ആയിട്ട് അടിച്ചിട്ടുണ്ട് ആള്. ആൻഡ് മറ്റുള്ള ഇന്നിംഗ്സിലൊക്കെ ഇമ്പാക്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം 6 ഒക്കെ അടിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ വരുന്ന നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്ന രാഹുൽ തെവാത്തിയനെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. കാരണം ഈ ഒരു സീസണിൽ വേറെ മാച്ചസിലൊന്നും വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവന്നില്ലെങ്കിലും കഴിഞ്ഞൊരു മാച്ചിൽ RCBയുടെ കൂടെ കളി തോറ്റെങ്കിലും ആ ഒരു വലിയ തോൽവിയിൽ നിന്ന് രക്ഷിച്ച ഒരാളാണ് ശരിക്കും തെവാത്തിയ. വേണമെങ്കിൽ ഒരു ലോങ് ഇന്നിംഗ്സ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആണ് തെവാത്തിയ. നമ്മുടെ റിങ്കു സിംഗിനെയൊക്കെ പോലെ ഫിനിഷർ റോളിൽ വന്നിട്ട് കളിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ സഡൻ ആയിട്ട് ഒരു ഹിഡൻ
ലോങ് ഇന്നിങ്സ് കളിച്ച് കളി ജയിപ്പിക്കാനും പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ് തെവാത്തിയ. അത് കഴിഞ്ഞ റാഷിദ് ഖാൻ ഒരു കൈ നോക്കാം എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാനാണ്. കാരണം ബൗളർ ആണെങ്കിലും ബൗളിംഗ് ഓൾറൗണ്ടർ കൂടിയാണ്. അപ്പോൾ ബാറ്റിംഗ് കൂടി ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഞാൻ ഏതൊക്കെയോ സീസണിൽ 1-2 മാച്ചസ് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അടിച്ച് 6 ഒക്കെ അടിച്ച് ആൾക്ക് കളി ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനും കൂടിയാണ്. പിന്നെ റബാഡ ഒരു ഓൾറൗണ്ടർ ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം ബിഗ് ഹിറ്റ് ഒക്കെ അടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ജെയ്സൺ ഹോൾഡർ ഇത്തവണ ബൗളിങ്ങിലാണ് കുറച്ചധികം മിന്നിച്ചത്. പക്ഷേ ആളൊരു ഓൾറൗണ്ടറും കൂടിയാണ്. അറിയില്ല ഏത് മാച്ചിലാണ് മിന്നിക്കാൻ പോകുന്നുള്ളത്. അപ്പൊ ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ഓർഡർ ഉള്ളൊരു GT. അതുപോലെ ബൗളിങ്ങിലാണെങ്കിലും ബൗളിംഗ് ആണ് ഏറ്റവും സ്ട്രോങ്. ബാറ്റിങ്ങിനേക്കാളും എനിക്ക് ഫീൽ ചെയ്തത് GTനെ ബൗളിങ്ങിലാണ്. കാരണം റബാഡ, സിറാജ് ആ ഒരു പവർ പ്ലേയിൽ ഗംഭീരമായിട്ട് ബോൾ എറിയാൻ പറ്റുന്ന 2 ബൗളേഴ്സ്. അതിൽ റബാഡ കുറച്ചും കൂടി വിക്കറ്റ് ടേക്കറും കൂടിയാണ്. ആൻഡ് സിറാജും അങ്ങനെ തന്നെയാണ്. കാരണം പവർ പ്ലേ സമയത്ത് വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബോളറാണ്. ആൻഡ് റബാഡ ഒന്നും പറയാനില്ല, നല്ല ട്രിക്കി ആയിട്ട് ബോൾ എപ്പോഴൊക്കെ സ്ലോ ചെയ്യണോ എപ്പോഴൊക്കെ ഫാസ്റ്റ് എറിയണോ എല്ലാം കറക്റ്റായിട്ട് അറിയുന്ന ഒരു ബോളറാണ്. പിന്നെ വരുന്ന ജെയ്സൺ ഹോൾഡർ ഭയങ്കര ട്രിക്കി ബോളറാണ്. ആൾക്ക് എല്ലാ മാച്ചസിലും എനിക്കൊന്ന് കളിച്ച എല്ലാ മാച്ചിലും അത്യാവശ്യം വിക്കറ്റുകളുണ്ട്. നന്നായിട്ട് വിക്കറ്റ് എറിഞ്ഞ് പിടിക്കാനും നല്ല അടിപൊളിയായിട്ട് ഫീൽഡ് ചെയ്യാനും പറ്റുന്ന ഒരു ആളും കൂടിയാണ് ജെയ്സൺ ഹോൾഡർ. കഴിഞ്ഞ മാച്ചിൽ കുറച്ച് അടിയൊക്കെ കൊണ്ടെങ്കിലും റാഷിദ് ഖാൻ അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല. കാരണം ആൾ കിടിലൻ ബോളർ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹം പുറത്ത് ചാടാൻ സാധ്യതയുണ്ട്. ആളൊന്ന് വിക്കറ്റ് എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പിടിച്ചു കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കിടിലൻ ബോളറാണ്. അതുപോലെ തന്നെ പ്രസിദ്ധ് കൃഷ്ണ കഴിഞ്ഞ IPL സീസണിലൊക്കെ അടിപൊളിയായിട്ട് ബോൾ എറിഞ്ഞിട്ടുള്ള ആളാണ്. ഈ സീസണിലും മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും അത്യാവശ്യം വിക്കറ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. ചില മാച്ചസിലൊക്കെ അവസരങ്ങൾ കിട്ടാറില്ല. അധികം ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് വരാറുള്ളത് ബോളിംഗ് സമയത്ത്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ലൊരു ബോളർ തന്നെയാണ്. അപ്പം ഇന്ത്യൻ ടീമിലൊക്കെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബോളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ GT ബോളിംഗിലാണെങ്കിലും ബാറ്റിംഗിലാണെങ്കിലും സ്ട്രോങ് ആണെങ്കിലും എനിക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്തത് GT ഒരു കിടിലൻ ബൗളിംഗ് ടീമായിട്ടും RCB ഒരു നല്ലൊരു ബാറ്റിംഗ് ടീമായിട്ടുമാണ്. രണ്ടിലും GTക്ക് ബാറ്റിംഗിൽ കുറവുകളൊന്നുമില്ല. അവർക്ക് സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു 3-4 പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ RCBക്ക് ബൗളിംഗിൽ കുറവൊന്നുമില്ല, നന്നായിട്ട് ബോൾ എറിയാൻ പറ്റുന്ന ഒരു 3-4 ബൗളേഴ്സും ഉണ്ട്. അങ്ങനെയാണ് രണ്ട് ടീമിനെയും കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ മാച്ച് അവരുടെ ആ ഒരു പാരമ്പര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, കാരണം ഫൈനലിലേക്ക് ഒരുപാട് തവണ എത്തിയിട്ടുള്ളതാണ് RCB, പക്ഷേ ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ സീസണിൽ ജയിച്ചതുകൊണ്ട് തന്നെ ഒരു മുന്നത്തെ ഒരു ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ ജയിക്കാറുണ്ട്. അടുത്തടുത്തുള്ള സീസണിൽ ആ ഒരു ടീം ജയിക്കാറുണ്ട്. കാരണം അതേ ടീമിനെയാണ് അവർ ഇറക്കുന്നത്. കഴിഞ്ഞ സീസണിൽ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത അതേ ടീമിനെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഒരു വിന്നിംഗ് ചാൻസ് കൂടുതൽ ഇന്ന് RCBക്കാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരായിരിക്കും ഇന്ന് കപ്പ് തൂക്കാമെന്ന്? GT ആണോ RCB ആണോ? എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ കൂടുതൽ സാധ്യത RCBക്കാണ്. ഇനി എന്തെങ്കിലും ഒരു വണ്ടർ സംഭവിച്ചാൽ GT കപ്പ് എടുക്കാം. പക്ഷേ മെയിൻ ഞാൻ കൂടുതൽ എൻ്റെ ഒരു ഇത് കൊടുക്കുന്നത് RCB കപ്പ് എടുക്കുന്നതാണ് തോന്നുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക.